എന്താണ് നിന്റെ കാലടിച്ചോ? ഒരു കിളി, ഒരു സുന്ദരി കിളി കണ്ട ഐശ്വര്യ റായ പോലെ. ബിഗ് ബോസ് കാണാൻ പ്രേരിപ്പിച്ച സുന്ദരി കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്, അലസാൻഡ്ര ജോൺസൺ. എന്റെ പെണ്ണെ എന്നെ അങ്ങടെ എടുത്തോളി. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച് വാഷ. സോ ഞാൻ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ കുറച്ച് ട്രോളുകൾ അല്ലെങ്കിൽ എന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എനിക്ക് യൂട്യൂബ് ട്രോൾ ഞാൻ ഏറ്റു സത്യം എനിക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ട്രോള് കാണാൻ. കാരണം ഒരുപാട് ആൾക്കാരെ ഇപ്പൊ അത്യാവശ്യം ആയിട്ടുണ്ട്. ഞാനൊരു 100 കൂടി വെച്ചു. ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും ഞാൻ ട്രോളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതൊരു എന്റർടൈനിങ് ആകുമ്പോൾ ഓക്കെയാണ്. സർക്കാസ്റ്റിക്കും പിന്നെ പേഴ്സണൽ ഹറാസ്മെന്റ് ടൈപ്പ് ഓഫ് ട്രോൾസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ അഗെയിൻസ്റ്റ് ആണ്. കാരണം ഒരാളെ വ്യക്തിഹത്യ ചെയ്തിട്ട് നമുക്ക് എന്ത് സന്തോഷമാണ് വേണ്ടത്? ഇതേ വചനം തന്നെ ഞാനും ഫോളോ ചെയ്യുന്നത്. അല്ലാതെ ചിരിപ്പിക്കാവുന്ന ട്രോളുകളാണെങ്കിൽ മോസ്റ്റ് വെൽക്കം. ചേച്ചിന്ന് വിളിക്കുന്ന കാര്യം എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ എന്റെ ആരാണെങ്കിൽ ഞാൻ പറയും പ്ലീസ് ഡോണ്ട് കോൾ മീ ചേച്ചി, കോൾ മീ സാൻഡ്ര അല്ലെങ്കിൽ കോൾ മീ ബ്രോ. ഏത് വഴിക്കാ ഞാൻ തന്നെ ചേച്ചിയായ? ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ മെസ്സേജ് തുടങ്ങുമ്പോ ചേച്ചി 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 they mean it. കൈൻഡ് ഓഫ് റെസ്പെക്റ്റ് ആണ്. കൈൻഡ് ഓഫ് റെസ്പെക്റ്റ് ആണ്. അവരുടെ ഫാമിലിയുടെ ഒരു മെമ്പർ ആയിട്ടാണ് എന്നെ അവര് മോസ്റ്റ് ഓഫ് ദം. ഓക്കെ, ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. ഇങ്ങനെ ആൾക്കാർ ചോദിക്കും നീ ആരാ, നീ ഏതാ. ടു ബി ഓണസ്റ്റ് എനിക്ക് ഒരുപാട് അനിയന്മാരെ അനിയത്തിമാരും കിട്ടിയിട്ടുണ്ട്. റാപ്പിഡ് ഫയർ. സുജു ഓർ രഘു? ഒരു കുടുംബം തകരാൻ പോകുന്നു. രഘു. നിനക്ക് സംതൃപ്തിയായിട്ടാ ചതിയോ? നമ്മളെ കൂടെ നിൽക്കുന്നവരുടെ പേര് പറയുന്നല്ല നല്ലത്. അല്ല ഇപ്പൊ റൈറ്റ് നൗ കൂടെ ഉള്ള ആൾക്കാരുടെ പേര് മനസ്സിലായി. ബിഗ് ബോസ് 3 വരുവാണെങ്കിൽ അതിലോട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു 5 കോണ്ടസ്റ്റന്റ്സ്. ആർജിയോ വർഷ, ഞാൻ തന്നെ, അർജു. നമുക്ക് ടിക്ടോക്ക് ഹെല്ലോ സ്പാർട്ടാണ് വിടാം. നന്നായി. ഞാൻ ഒരു സീൻ ഇട്ടുതരാം. ഞാൻ ഒരു പാസഞ്ചർ ആണ്, ഞാൻ ഫ്ലേർട്ട് ചെയ്യാണ്. അപ്പൊ തിരിച്ച് എങ്ങനെയാണ് ഫ്ലേർട്ട് ചെയ്തതെന്ന് കാണിച്ചു. എയർ ഹോസ്റ്റസ് ആണേ, അപ്പൊ അതുപോലെ അതേപോലെ എന്നോട് പെരുമാറാൻ. ഓക്കെ, കുറച്ചൊക്കെ വന്നിട്ട് മാരി മീ ബയോഡേറ്റ് അയച്ചു തരട്ടെ, അച്ഛന്റെ നമ്പർ തരുമോ? ഞാനൊന്നും പറഞ്ഞില്ല, അമ്മയാണില്ല. ഞാൻ എപ്പോഴും റെഡിയാണ് കെട്ടാനായിട്ട്, പക്ഷെ വരണ്ടേ. ഞാൻ വരുന്നു. അപ്പം നമ്മുടെ കൊച്ച് റെഡിയാണ് എല്ലാത്തിനും. എനിക്ക് എന്റെ പാർട്ട്ണർ ഭയങ്കര ഫണ്ണി ആയിരിക്കണം. ഞാൻ പറഞ്ഞ പൊട്ടത്തരങ്ങളൊക്കെ കേട്ട് ചിരിക്കണം. ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കുന്നത്? അടിച്ചാൽ ഓഫ് ആവാത്ത ആളാണ് ഞാൻ. അടിക്കുന്നതിന് ഓഫ് ആവാൻ വേണ്ടിട്ടല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണം. വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഡെമോ കാണിച്ചു തരാം. 2 ഗ്ലാസ് അച്ചാറും കൂടെ. ഈ കുട്ടിയെ ഒരുപാട് പേര് പറ്റിച്ചു പോവാറുണ്ട് ക്യാഷിലൊക്കെ. അവരുടെ അടുത്ത് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. കുടുതുണിക്ക് മറുതുണിയില്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ തേരാപ്പാര നടക്കുകയാണ്. അതിരാത്രിയാണ് ഈ പറയുന്ന കാര്യം. എന്താ അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഭയങ്കര ടയർഡ് ആയിരിക്കില്ലേ എല്ലാവരും. സോ വാട്ട് യു പ്രിഫർ? സോ മേ ബി ഐ ജസ്റ്റ് ഹഗ് മൈ ഹസ്ബൻഡ് ആൻഡ് സ്ലീപ്പ്. ടയർഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. ഞങ്ങൾ രണ്ടുപേരും കണ്ണിൽ കണ്ണെല്ലാം നോക്കി, കയ്യെല്ലാം കോർത്ത് പിടിച്ച് അന്താക്ഷരി കളിക്കും. ആൺകുട്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? സ്മൈൽ. അങ്ങനത്തെ സ്മൈൽ ഇഷ്ടല്ല. ഒത്തില്ല. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ.